ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ കാണിക്കുന്നുണ്ടല്ലോ ഈ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട 10 ഇലയിൽ ഒന്ന് ചേമ്പില. അത് കാട്ടുചേമ്പിൻ്റെ ഇലയാണെന്നല്ല, ഞങ്ങളിപ്പോൾ ഒരു കാട്ടിനകത്ത് പുഴക്കരയാണ് നിൽക്കുന്നത്. അത് പുഴ കാണുന്നുണ്ട്, പുഴ കാണിച്ചു കൊടുത്തു. അത് നമുക്ക് പറിച്ചു നോക്കാം. ഇതെവിടെ നിൽപ്പുണ്ട് കാട്ടുമാസത്തിൽ തന്നെ പോയിട്ട്. ഇതാണ് കാട്ടുചേമ്പ്. ഈ കൂമ്പലയാണ്, ഈ തിരി എന്ന് പറയും. ഇതാണ് പറിക്കേണ്ടത്. ഇത് നമുക്കിങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഒന്ന് ഇങ്ങനെ ഞുള്ളിയെടുത്താൽ മതി. ഇതാണ് തിരിയുന്നത്. ഇതാണ് നമ്മൾ കറി വെക്കേണ്ടത്. ഇതിൽ കറി വെക്കാൻ നല്ല ഉണ്ടോ? അപ്പോൾ നോക്കിയോ, ഇതിങ്ങനെ എടുക്കണം. ഇതാ ഇങ്ങനെ പറിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള പറിച്ചെടുത്തിട്ട് ആണ് നമ്മളിത് തോരനുണ്ടാക്കി കഴിക്കാം. അത് ഞാൻ ഉണ്ടാക്കാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാട്ടിൽ നിന്ന് ശേഖരിച്ച ചേമ്പിലയുടെ കൂമ്പ് ഇതാണ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. കണ്ടോ, ഈ കൂമ്പല്ല ഇങ്ങനെ ഇരിക്കുന്നതല്ല, ഇതുപോലെ ഇരിക്കുന്നതാണ്. ഇങ്ങനെ ഇത് നമ്മളൊന്ന് എടുക്കേണ്ടതുണ്ട്. കുറച്ച് നോക്കി എടുക്കണം. ഇത് അഴിച്ചെടുക്കണം. ഇങ്ങനെ ഈ കൂമ്പായിട്ടിരിക്കുന്നത് ഇങ്ങനെ അഴിച്ചെടുക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് നമ്മളെ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ തണ്ടൊന്ന് കളഞ്ഞേക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് നടുവ് കീറുക. ഇങ്ങനെ എടുക്കുക. ഇനി അത് ചെയ്യേണ്ട പഴയ പോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തു. ഇതെങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു കെട്ടിടുക. ഇതാണ് നമ്മുടെ കറിയുടെ കഷ്ണം. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളെല്ലാ ഇല ഇങ്ങനെ ചുറ്റണം. ഈ ചുറ്റഴിച്ച് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് ഈ തണ്ട് കളഞ്ഞ് നടുവെ ഒന്ന് കീറിയെടുത്തിട്ട് ചുരുട്ടുക. ഇങ്ങനെ ചുട്ടുക, ഇങ്ങനെ കെട്ടിടുക. അപ്പോൾ നമ്മുടെ ചേമ്പിലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറി ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എല്ലാം കെട്ടിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറി. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടത് തേങ്ങായും മുളകും, ചുവന്ന മുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. അത് ഇതിനകത്തേക്ക് ഇടുക. തേങ്ങായും മുളക് ഇട്ടു. ഇനി ചെറിയ ഉള്ളി കീറിയിടുക. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അതിട്ടു. ഇനി വേണ്ടത് ഉപ്പുനീരാണ്. ഉപ്പുനീര് നമ്മൾ ആവശ്യം വയ്ക്കുക. അത്ര മതി. ഇനി ഇത് നമ്മൾ അടുപ്പിലേക്കൊന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ വേവിച്ചോണ്ട് വരും. അപ്പോൾ കാട്ടുചേമ്പിൻ്റെ ഇല കൊണ്ടുള്ള വിഭവം ഇതാ റെഡിയാകാൻ കൊണ്ട് നമുക്ക് നോക്കാം. ആകാരം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി കുറച്ച് പുളി ചേർക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒണ്ടാം പുളിയാണ്. ഒണ്ടാം പുളി എന്ന് പറഞ്ഞാൽ ഇത് ആഞ്ഞിലിമരം പോലത്തെ ഒരു മരമാണ്. അതിൽ ആഞ്ഞിലിക്ക പോലെ ചെറിയ കായുണ്ടാവും. അത് മൂപ്പാകുമ്പോൾ പറിച്ചിട്ട് അരിഞ്ഞുണങ്ങിയെടുക്കുന്നതാണ് ഒണ്ടാമ്പുളി. എന്നിട്ട് പൊടിച്ചെടുക്കണം. കുറേ കാലം ഇരിക്കും, കേടാകില്ല. അല്ലെങ്കിൽ വാളംപുളി ചേർക്കാം, അല്ലെങ്കിൽ കുടംപുളി ചേർക്കാം. ഇതില്ല, ഞാനിപ്പോൾ ഇത് ഈ ഒണ്ടാമ്പുളിയാണ്. ഈ ഒണ്ടാമ്പുളി മലബാർ മേഖലയിലാണ് സാധാരണ ഉണ്ടാകുന്നത്. കുറച്ച് പുളി ചേർക്കാം. ഇത് നമുക്കത് ഇളക്കി വെക്കാം. പുളി ചേർത്തിട്ട് വെക്കാം. ഉണ്ടാക്കാൻ മൺചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൺചട്ടിയിൽ വെക്കുക, അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. കുറച്ചുകൂടെ ഒന്ന് മറ്റി വരുന്ന. അപ്പോൾ നമ്മുടെ കാട്ടൻ ചേമ്പിൻ്റെ ഇല കൊണ്ടുള്ള വിഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് കാട്ടുചേമ്പിൻ്റെ ഇല കൊണ്ടുള്ള വിഭവം. നല്ല ഔഷധ ഗുണമുള്ളതാണ്.
ഇതെല്ലാം ചേമ്പിലെല്ലാം നല്ല വെന്ത് ക്ലിയറായി. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വിജയ്.